ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയായി കണക്കാക്കുന്നത് ഗുരുവായൂർ ഏകാദശിയാണ്. ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ 7 ജന്മത്തിലെ ശാപതാപാദികൾ, മുജ്ജന്മ പാപങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ നമ്മെ വിട്ടൊഴിയുന്നു. ഏകാദശി ദിവസം ശരീരവും മനസ്സും ശുദ്ധമാക്കി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരു നേരം മാത്രമേ ഭക്ഷണം സേവിക്കുവാൻ പാടുള്ളൂ. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു സഹസ്രനാമം, വിഷ്ണു സ്തോത്രം, ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ എന്നിവ ജപിക്കാവുന്നതാണ്. ഇതിന് സാധിക്കാത്തവർ ഗൃഹത്തിൽ തന്നെ വിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമങ്ങളും മൂലമന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. മറ്റുള്ള സമയങ്ങളിൽ തുളസി അർപ്പിച്ച ജലം സേവിക്കാവുന്നതാണ്. ഇതിന് സാധിക്കാത്തവർ പഴവർഗ്ഗങ്ങൾ സേവിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുകളുമില്ല. യാതൊരു കാരണവശാലും പകൽ കിടന്ന് ഉറങ്ങുവാൻ പാടുള്ളതല്ല. അടുത്ത ദിവസം ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.